നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മൂലം നക്ഷത്രക്കാരുടെ വിഷുഫലം എന്താണെന്ന് പരിശോധിച്ച് നോക്കാം. മീനശനി മിഥുന വ്യാഴം 1201 ആണ്ട് മേടമാസം 1 തീയതി ഉദയാദി 5:47 വിനാഴികയ്ക്ക് ചതയ നക്ഷത്രവും കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും പന്നിക്കർണവും ശുഭ്രനാമ നിത്യചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം കുംഭക്കൂറിൽ ഇടവലഗ്നത്തിൽ ഭൂതോദ്ഭവത്തിലാണ് ഈ വർഷത്തെ വിഷു സംക്രമം വരുന്നത്. അപ്പോൾ മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷു വശാലുള്ള ഫലം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ് നൽകുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വരുമാനത്തിന് വൻ വർധനവിന് യോഗമുള്ള ഒരു വർഷമാണ്. ചെലവ് കുറയ്ക്കാനായിട്ടും വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നൊരു ഗുണം ഈ വർഷത്തിൽ കാണുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകാനായിട്ട് യോഗമുള്ള വർഷമായിട്ട് വേണം കണക്കാക്കാൻ. അതേപോലെ തന്നെ അന്ത്യഷൾക്കമാണ്. അപ്പോൾ അന്ത്യഷൾക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ബഹുമാനം ആർജിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ദൈവാധീനം ഉണ്ടാകും. ഗവൺമെൻറ്റിൽ നിന്നുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒട്ടേറെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. 7-ലാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത്. ദൈവാധീനമുണ്ട്. എന്നാൽ പോലും ചാരവശാൽ അഷ്ടമത്തിലേക്ക് വ്യാഴം മറയും. അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷമുണ്ട്. 4 ശനിയാണ്. അപ്പോൾ ഈ 2 ദോഷങ്ങൾക്കുള്ള പരിഹാരം നല്ല രീതിയിൽ വന്നാൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക. നല്ല പ്രാർത്ഥന ഉണ്ടാകണം, ക്ഷേത്ര ദർശനം ഉണ്ടാകും. പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോയാൽ അതിനനുസരിച്ചുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അനുകൂലമാണ്. കുടുംബ സംബന്ധമായിട്ട് വീട് വിട്ട് അന്യദേശത്ത് പോകാനും വിദേശയാത്രയ്ക്കും യോഗമുള്ള സമയമാണ്. വിദേശയാത്രകൾ കൊണ്ടൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അനുകൂലമായിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ, മാനസികമായിട്ടുള്ള സന്തോഷം, കുടുംബസുഖം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള യോഗവും കൂടിയുള്ള ഒരു മാസമായിട്ടാണ് ഈ മാസം കാണുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.